ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ റീഡിങ് ഫ്രം ഫ്രിഞ്ചസിലെ പുതിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ പറയാം. ഡിയർ ഇജാവലി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. ഇത് അഡിച്ചിരിയാണ്. ചിനമാവ അഡിച്ചിര്, ചിനമാൻഡ അഡിച്ചി സിയോഗി എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ചാപ്റ്ററാണ്. എഗെയിൻ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറയുന്നു, ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. ഈ ഒരു ചാപ്റ്റർ യഥാർത്ഥത്തിൽ എപ്പിസ്റ്റോളറി ചാപ്റ്ററാണ്. എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എഴുത്തിൻ്റെ ഫോമിൽ, അതായത് ഫോം ഓഫ് എ ലെറ്റർ. അപ്പോൾ ഇജാവലി എന്ന് പറയുന്നത് ചിനമാൻഡോ അഡിച്ചിയുടെ ഫ്രണ്ടാണ് ഇജാവലി. അപ്പോൾ ഇജാവലിക്ക് ഒരു മകളുണ്ടായി. അപ്പോൾ ആ ഒരു മകൾ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ജനിച്ച് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇജാവലി ചിനമാൻഡോ അഡിച്ചിക്ക് തൻ്റെ മകളെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലൂടെ വളർത്താം എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ഉപദേശങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫെമിനിസ്റ്റ് ചിന്തകളൊക്കെ എങ്ങനെ ഫെമിനിസ്റ്റ് ചിന്താഗതിയോടെ മകളെ ഫെമിനിസ്റ്റാക്കി വളർത്താം എന്നതിന് ചിനമാൻഡോ അഡിച്ചിയിൽ നിന്ന് ഉപദേശങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇജാവലി. അപ്പോൾ ചിനമാൻഡോ അഡിച്ചി ഇജാവലിക്ക് അങ്ങനെയുള്ള സജഷൻസ് പറഞ്ഞുകൊണ്ട്, ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന ഒരു എഴുത്താണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. അപ്പോൾ മകളെ ഫെമിനിസ്റ്റായിട്ട് വളർത്താനായിട്ട് ഇജാവലിക്ക് ചിനമാൻഡോ അഡിച്ചി കൊടുക്കുന്ന 15 ഉപദേശങ്ങളാണ് ശരിക്കും ഈ ഒരു എഴുത്തിലുള്ളത്. പക്ഷേ നമുക്ക് 15 ഉപദേശങ്ങൾ പഠിക്കാനില്ല, നമുക്ക് 3 സജഷൻസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദിസ് ചാപ്റ്റർ ഈസ് ആക്ച്വലി ആൻ എപ്പിസ്റ്റോളറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു എഴുത്തിൻ്റെ രൂപത്തിലാണ്. ഡിയർ ഇജാവലി എന്ന് പറയുന്നത് ആദ്യം പേഴ്സണലായിട്ടുള്ളൊരു ഇമെയിലായിരുന്നു. ഈ ഇമെയിൽ ചിനമാൻഡോ അഡിച്ചി ഫ്രണ്ടായിട്ടുള്ള ഇജാവലിക്ക് അയക്കുന്നതാണ്. കാരണം ഇജാവലി ഓൾറെഡി അഡിച്ചിയോട് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉപദേശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ഹൗ ടു റേസ് ഹെർ ന്യൂ ബോൺ ഡോട്ടർ. എങ്ങനെയാണ് ഇപ്പോൾ ജനിച്ചിട്ടുള്ള മകളുടെ പേരും നമുക്കിവിടെ പറഞ്ഞിരുന്നുണ്ട്. മകളുടെ പേരെന്താ, ചിസാളം എന്നാണ്, ചിസാളം അഡോറെ. അപ്പോൾ ഇപ്പോൾ ജനിച്ചിട്ടുള്ള ചിസാളം അഡോറേനെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റായി വളർത്താം എന്ന ഉപദേശമാണ് ഇജാവലി ചിനമാൻഡോ അഡിച്ചിയോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങൾ അടങ്ങിയ ഒരു എഴുത്താണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഡിയർ ഇജാവലി എന്ന് പറഞ്ഞ് എഴുത്ത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്ക് പേജിൽ ചിനമാൻഡോ അഡിച്ചി എന്നാണ്. ഒക്ടോബർ 12, 2016 പക്ഷെ പിന്നീട് ഇത് ഒരു ബുക്കാക്കി മാറ്റുകയാണ്. ആ ബുക്കിൻ്റെ പേര് ചിനമാൻഡോ അഡിച്ചി എന്നാണ് കൊടുക്കുന്നത്. ഈ ഒരു എഴുത്തൊരു ബുക്കാക്കി മാറ്റുകയാണ്. അതിൻ്റെ പേര് നമുക്കിപ്പോൾ പഠിക്കാനുള്ളതാണ്, ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തമായിട്ട് കാണാം, ദ ടാസ്ക് ഓഫ് റേസിങ് എ ഫെമിനിസ്റ്റ് ചൈൽഡ്. ഒരു ഫെമിനിസ്റ്റ് ചൈൽഡായിട്ട് എങ്ങനെ വളർത്തുന്നു എന്ന ടാസ്ക്കാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 15 സജഷനിൽ നിന്ന് 3 മാത്രമാണ് പഠിക്കാനായിട്ട് ഉള്ളത്. വെറും 3 പഠിക്കാനുള്ളത്. ഇതിൽ ഫെമിനിസ്റ്റ് ടൂളുകളെ പറ്റിയിട്ടൊക്കെ പറയാനുണ്ട്. നമുക്ക് വേഗം പറഞ്ഞു പോവാം, എന്നിട്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഇത് 2 ടൂളാണ്, 2 ഫെമിനിസ്റ്റ് ടൂളുകളെ പറ്റി ചിനമാൻഡോ അഡിച്ചി പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രിമൈസ് ആണെന്ന് പറയാണ്. ദ സോളിഡ് അൺമെൻറ്റിംഗ് ബിലീഫ് ദാറ്റ് യു സ്റ്റാർട്ട് ഓഫ് വിത്ത്. വാട്ട് ഈസ് യുവർ പ്രിമൈസ്? യുവർ ഫെമിനിസ്റ്റ് പ്രിമൈസ് ഷുഡ് ബി ഐ മാറ്റർ ഈക്വലി, നോട്ട് ഇഫ് ഓൺലി, നോട്ട് ആസ് ലോങ് ആസ് ഐ മാറ്റർ ഈക്വലി, ഫുൾ സ്റ്റോപ്പ്. ഒന്നാമത്തെ ഫെമിനിസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഐ മാറ്ററാണ്. അതായത് നമുക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മളാരാണോ നമുക്ക് പ്രാധാന്യം, ആദ്യം നമ്മുടെ കാര്യം, നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അങ്ങനെ ഐ മാറ്ററിന് എനിക്ക് സ്വയം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഒന്നാമത്തെ ഫെമിനിസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. അത് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനാണ്, ഒരു ക്വസ്റ്റ്യൻ രൂപമാണ്. ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്? ഒരു എക്സിനെ റിവേഴ്സ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുമോ എന്നതാണ് രണ്ടാമത്തെ ടൂള് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു സ്റ്റോറിയുടെ രൂപത്തിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് സ്റ്റോറി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ
അതായത് ഇതിനൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു സെക്കൻഡ് ടൂളിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിനമാൻ്റെ അടിച്ച് ഇജാവലിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇജാവലിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ചൂടി എന്നാണ്. അപ്പോൾ ചൂടി ഒരു ഒരു അനദർ ലേഡിയോട് റിലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ ഹസ്ബൻഡ് വേറൊരു റിലേഷനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നോർമലി സ്ത്രീകളെ എന്താ ചെയ്യുക, ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയോട് ഓഫ് കോഴ്സ് അവരെ ഡിവേഴ്സ് ചെയ്യും, ഇനി അവരായിട്ട് ഒത്തുപോവില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ ചിനമാൻ്റെ അഡീഷി വേറൊരു ടൂളാണ് പറയാണ് ഹസ്ബൻഡിന് വേറെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ തുടരാം, അത് നമുക്കവരെ ആക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് സ്ത്രീകൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഹസ്ബൻഡ് തയ്യാറാണെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ഒരു മോശം പ്രവൃത്തി കാണിച്ചാലും ഹസ്ബൻഡിൻ്റെ കൂടെ തുടരാം എന്നാണ് അടിച്ച് പറയുന്നത്. അതായത് ഈക്വൽ ഹസ്ബൻഡ് ചെയ്ത ഒരു തെറ്റ് വൈഫ് അംഗീകരിക്കുക എപ്പോഴാണ് വൈഫ് ചെയ്ത തെറ്റ് അതേപോലെ തന്നെ ഹസ്ബൻഡും അംഗീകരിക്കുമ്പോഴാണ്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല കേട്ടോ, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈക്വാലിറ്റിയാണ്, സമത്വമാണ്. ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷന് മേലെ സ്ത്രീക്ക് അധികാരം വേണം എന്നുള്ളതല്ല. ബോത്ത് ആർ ഈക്വൽ, ബോത്ത് സെക്സസ് ആർ ഈക്വൽ. സമത്വത്തിന് മാത്രമാണ് ഫെമിനിസമോടെ പ്രാധാന്യം കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് എന്താ, ബി എ ഫുൾ പേഴ്സൺ എന്ന് പറയണം. നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുക. അതിനൊരുപാട് പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിപ്പോയിട്ട് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ, ബി എ ഫുൾ പേഴ്സൺ. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫുള്ളായിട്ട് ജീവിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് നോക്കാം. ഇതിൽ ഫസ്റ്റ് സജഷനിൽ അടിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദർഹുഡ് ഒരു ഗ്ലോറിയസ് ഗിഫ്റ്റാണ്. ഒരു അമ്മയാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് സോൺലി ബൈ മദർഹുഡ്. ബി എ ഫുൾ പേഴ്സൺ, യുവർ ചൈൽഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. പല അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ജീവിതം അവരുടെ കരിയറൊക്കെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെന്ന വ്യക്തിനെ ഒരു അമ്മയായിട്ട് മാത്രം കാണരുത്. ഓഫ് കോഴ്സ് മദർഹുഡ് ഒരു വലിയ കാര്യമാണ്, പക്ഷെ നമ്മളെന്ന വ്യക്തിനെ നമ്മളായിട്ടാണ് കാണേണ്ടത്. അല്ലെങ്കിൽ അമ്മയായിട്ട് മാത്രമല്ല, നമ്മളെപ്പോഴും ഒരു ഫുൾ പേഴ്സണായിട്ട് മാറുക. അതിൽ നിന്ന് എന്തായാലും ഗുണം നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് അടിച്ചിവിടെ പറയുന്നത് അമേരിക്കൻ ജേർണലിസ്റ്റാണ്. അമേരിക്കൻ ജേർണലിസ്റ്റിൻ്റെ പേരെന്താ, മാരിനി സാൻഡേഴ്സ് എന്നാണ്. ഷി വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം ഡ്യൂറിങ് ദ വേൾഡ് വാർ. യുദ്ധത്തിൻ്റെ സമയത്ത് വിയറ്റ്നാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു പത്രപ്രവർത്തകയാണ് മെരിനി സാൻഡേഴ്സ്. ആൻഡ് ഹു വാസ് ദ മദർ ഓഫ് എ സൺ. ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. വൺസ് ഗേവ് ദിസ് പീസ് ഓഫ് അഡ്വൈസ് ടു എ യങ് ജേർണലിസ്റ്റ്. അപ്പം അവർക്കൊരു മെരിനി സാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തക, അവർക്കൊരു മകനും കൂടി ഉണ്ടായിരുന്നു. അവരൊന്ന് കുറച്ചും കൂടെ യങ്ങറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന് കൊടുക്കുന്നൊരു ഉപദേശമാണ്. എന്താ ഉപദേശം അവർ പറയുന്നത്, നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജോലിയിൽ ഞാനൊരു കുറവും വരുത്തരുത്. കുട്ടിയോട് കാണിക്കുന്ന സെയിം ആത്മാർത്ഥത നമ്മൾ നമ്മുടെ ജോലിക്കും കാണിക്കണം. യു ലവ് വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഇഷ്ടം വേണം. ആൻഡ് ലവിങ് വാട്ട് യു ഡു ഈസ് ദ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗീവ് യുവർ ചൈൽഡ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ ഇഷ്ടത്തിൽ ചെയ്യുക എന്നത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്നാണ് ചിനമാൻ്റെ അടിച്ച് പറയുന്നത്. It doesn't surprise me that your sister-in-law says you should be an traditional mother. പക്ഷെ പണ്ടൊക്കെ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും ഹസ്ബൻഡിൻ്റെ പെങ്ങളാണെങ്കിലൊക്കെ പറയും എന്താണ്, ഒരു പരമ്പരാഗത അമ്മയാവണം, അതുകൊണ്ട് വീട്ടിലിരിക്കണം എന്നൊക്കെ പറയാണ്. പക്ഷെ ഇവിടെ ഇജാവലിയോട് ചോദിക്കുന്നുണ്ട്, ചൂടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ചൂടി ആരാ, ഇജാവലിയുടെ ഹസ്ബൻഡാണ്. ക്യാൻ അഫോർഡ് നോട്ട് ടു ബി ഹാവ് എ ഡബിൾ ഇൻകം ഫാമിലി. അപ്പോൾ ചൂടിക്ക് പൈസയൊക്കെ ഉണ്ട്, അപ്പോൾ നിന്നെ നോക്കാൻ പറ്റും, ഇജാവലിനെ നോക്കാൻ പറ്റും എന്നതുകൊണ്ട് മാത്രം ഇജാവലി ജോലി ഉപേക്ഷിച്ച് കുട്ടീനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല എന്നാണ് അടിച്ച് ഇവിടെ പറയുന്നത്. എവരിബഡി വിൽ ഹാവ് ആൻ ഒപ്പീനിയൻ വാട്ട് അബൌട്ട് യു ഷുഡ് ഡു, ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് യു വാണ്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് നോട്ട് വാട്ട് അതേഴ്സ് വാണ്ട് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ, ഇജാവലിയോട് പറയണം, പല ആളുകൾക്കും നീ എന്ത് ചെയ്യണം എന്നുള്ള പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഇതിൽ വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് തീരുമാനിക്കേണ്ടത് നിനക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും.
മറ്റുള്ളവർ എന്താണ് പറയണത് എന്ന് നോക്കേണ്ട കാര്യമില്ല. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുക. ഇൻ ദീസ് കമ്മിങ് വീക്സ് ഓഫ് ഏർലി മദർഹുഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. എപ്പോഴും നീ നിന്നോട്, കാരണം എന്താണ്, ഒരു ആദ്യമായിട്ട് ഒരു മദർഹുഡാണ്, യങ്ങറായിട്ടുള്ള അമ്മയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ട് അറിയണമെന്നില്ല. അപ്പം മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. അവർ നിന്നെ സഹായിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ എല്ലാ കാര്യങ്ങളും കഷ്ടപ്പെട്ട് ആരുടെയും സഹായം ഇല്ലാതെ ചെയ്ത് നീ വലിയ സൂപ്പർ വുമൺ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. പാരൻറ്റിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ് ആൻഡ് ലവ്. പ്രാക്ടീസിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ പാരൻറ്റിങ് നടക്കുള്ളൂ എന്ന് പറയണം. ഡോണ്ട് അസ്യൂം ദാറ്റ് യു ഷുഡ് നോ എവറിത്തിങ്. എല്ലാം കുട്ടീനെ പറ്റി നിനക്ക് അറിയാമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പലതും നിനക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ റീഡ് ബുക്സ്, കുട്ടികളെക്കുറിച്ചുള്ള ബുക്കുകൾ വായിക്കാം. ലുക്ക് തിങ്സ് അപ്പോൺ ദ ഇൻ്റർനെറ്റിൽ നോക്കാം. ആസ്ക് ഓൾഡർ പാരൻസ്, മുതിർന്ന അച്ഛനമ്മമാരോട് ചോദിക്കാം. ഓർ ജസ്റ്റ് യൂസ് ട്രയൽ ആൻഡ് എറർ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നോക്കുക, തെറ്റാണെങ്കിൽ അത് മാറ്റി ചെയ്യുക. അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നിനക്ക് ഉപയോഗിക്കാം. ബട്ട് അബവ് ഓൾ, ഇതിനൊക്കെ ഉപരി ലെറ്റ് യു ഫോക്കസ് ബി ഓൺ റിമൈനിങ് എ ഫുൾ പേഴ്സൺ. ഇതൊക്കെ ഉപരി നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ എപ്പോഴും ഒരു ഫുൾ പേഴ്സൺ ആവാം. നിൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക, നിനക്ക് ഇഷ്ടങ്ങൾ ചെയ്യുക. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. നിനക്കായിട്ടും സമയം കണ്ടെത്താം. നർച്ചർ യുവർ ഓൺ നീഡ്സ്. നിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാം. പ്ലീസ് ഡു നോട്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് ഡൂയിങ് ഇറ്റ് ഓൾ. നടക്കണ പോലെ നടക്കട്ടെ, അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ സജഷൻ അതാണ്, ബി എ ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് സ്വന്തം കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുക, സ്വന്തമായി സ്നേഹിക്കുക എന്ന കുറേ പോയിൻറ്റ്സാണ് അവിടെ പറയുന്നത്. ഇക്വാലിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സമത്വം കാര്യങ്ങളൊക്കെ. ഇവിടെ രണ്ടാമത്തെ സജഷനായിട്ട് പറയണത് എന്താ, ഡു ഇറ്റ് ടുഗദർ. ഒരുമിച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള അതേ ഉത്തരവാദിത്തം ആർക്കുണ്ട്, അച്ഛനും ഉണ്ട്. അതൊരിക്കലും അച്ഛൻ്റെ ഹെൽപ്പായിട്ട് കാണേണ്ട കാര്യമില്ല, അത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. അമ്മ എന്താണോ അത് തന്നെയാണ് അച്ഛനും. അല്ലാതെ അമ്മയല്ല ആദ്യം കുട്ടിക്കെല്ലാം ചെയ്യേണ്ടത്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് അച്ഛൻ ചെയ്യാൻ പറ്റാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈക്വലാണ്, ഒരുമിച്ച് ചെയ്യുക. അതൊരു ഹെൽപ്പായിട്ടൊന്നും ഒരിക്കലും കാണണ്ട, അത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് അഡീച്ചി ആർക്ക് കൊടുക്കുന്ന ഉപദേശം, ഇജാവലിക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ അഡ്വൈസ്. എന്താണ്, ഡു ഇറ്റ് ടുഗദർ, ഒരുമിച്ച് ചെയ്യാം. അതിലെന്ത് പോയിൻറ്റ്സാണ് പറയുന്നത്, ദിസ് സജഷൻ അഡ്രസ്സസ് ദ ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ ദ പാരൻസ്. അച്ഛനമ്മമാർ തമ്മിൽ ജോലി ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫാദർ ഈസ് ആസ് മച്ച് ആസ് വെർബ് ആസ് മദർ. അമ്മയെപ്പോലെ തന്നെയാണ് അച്ഛനും. അടിച്ച് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഉപദേശം കൊടുക്കുന്നുണ്ട്. ഫാദേഴ്സ് ടു ഷെയർ ദ ഡൊമസ്റ്റിക് വർക്ക്. അച്ഛൻ വീട്ടിലെ ജോലികളും ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങളും അമ്മ ചെയ്യുന്ന അതേപോലെ തന്നെ സമത്വപരമായിട്ട് അച്ഛനും ജോലി ചെയ്യണമെന്നാണ് അഡീച്ചി പറയുന്നത്. This suggestion follows directly from the first because when the fathers get more involved in parenting, mothers have greater freedom to pursue other activities. കുട്ടിയുടെ കാലത്തിൽ അമ്മ ചെയ്യുന്ന പോലെ അതേ ഉത്തരവാദിത്തം അച്ഛനുണ്ടെങ്കിൽ അമ്മമാർക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടും, അവരുടേതായ കാര്യങ്ങളും ചെയ്യാനും എന്ന് പറയുകയാണ്. അഡീഷണലി ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ഡോട്ടേഴ്സ്. മക്കൾക്കും അതൊരു നല്ല കാര്യമാണ്. മകളുടെ ഉള്ളിലും ഫെമിനിസ്റ്റ് ചിന്താഗതി വരും. കാരണം എന്താ, മെയിൽ റോൾ മോഡൽസിനെ കാണുമ്പോൾ. കാരണം എന്താ, അവർ തുല്യത മനസ്സിലാക്കും, സ്ത്രീക്കുള്ള അതേ തുല്യത പുരുഷനും ഉണ്ടെന്ന്. എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ഏതൊക്കെ, പ്രത്യേകിച്ചും കുക്കിംഗ്, ക്ലീനിങ്, നർച്ചറിങ് ഒക്കെ. മെൻ ആൻഡ് വിമൻ ആർ ഈക്വലി കാപ്പബിൾ ഓഫ് ലേണിംഗ് ആൻഡ് പെർഫോമിങ് ന്യൂ സ്കിൽസ്. പുരുഷനും സ്ത്രീക്കും ഒരേപോലെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാണ്, പ്രത്യേകിച്ചും കുട്ടികളെ നോക്കേണ്ട കാര്യത്തിൽ. സോ ദർ ഇസ് നത്തിങ് ഇൻ നേച്ചർ ഓഫ് മെൻ ദാറ്റ് സ്റ്റോപ്സ് ഫ്രം ഹെൽപ്പിംഗ് ഔട്ട് ദ പാരൻറ്റിങ്. ബ്രസ്റ്റ് ഫീഡിങ് വിച്ച് ക്യാൻ ബി ഡൺ, അത് മാത്രമാണ് അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്. മദർ ഷുഡ് നോട്ട് ബി ക്രിറ്റിക്കൽ ഓഫ് ഫാദേഴ്സ് വെൻ ദേ ഹാൻഡിൽ ദ ചിൽഡ്രൻ. ഇതൊരു പോയിൻ്റാണ്. ഇപ്പം അച്ഛൻ കുട്ടീനെ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും പോരായ്മ വന്നാൽ അച്ഛനെ വിമർശിക്കരുത് ഒരിക്കലും അമ്മ എന്ന് പറയുകയാണ്. അഡീച്ചി സേസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിജക്ട് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്. അച്ഛൻ അമ്മേനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടീനെ നോക്കാൻ അച്ഛൻ സഹായിക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കേണ്ട. കാരണം അതൊരിക്കലും ഒരു ഹെൽപ്പല്ല, അത് ഡ്യൂട്ടിയാണെന്ന് പറയാണ്. ഇൻ അതർ വേർഡ്സ്, യു ഷുഡ് നെവർ റെഫർ ടു ദ ഫാദർ ആസ് എ ഹെൽപ്പർ. അച്ഛനൊരു ഹെൽപ്പറായിട്ടോ, ഇപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ സഹായിക്കാൻ സ്ത്രീകൾ വരും, അങ്ങനെ ഒരു ഒരു ഹെൽപ്പർ, സഹായിയായിട്ട് അച്ഛനെ കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബേബി സിറ്ററായിട്ട് അച്ഛനെ കാണേണ്ട കാര്യമില്ല. ബിക്കോസ് this only reinforces the idea that mother is the primary person to care for the baby.
അങ്ങനെ അച്ഛൻ്റെ ഹെൽപ്പറായിട്ട് പറയുകയാണെങ്കിൽ സമൂഹം കാണുക എപ്പോഴും എന്താ, കുട്ടീനെ നോക്കേണ്ട കടമ ആദ്യത്തത് അമ്മേരെ മാത്രമാണെന്നാണ്. അങ്ങനെയല്ല, കുട്ടീനെ നോക്കാനുള്ള കടമ അമ്മയ്ക്കുള്ള അതേ തുല്യ ശതമാനത്തിൽ അച്ഛനും ഉണ്ടെന്ന് പറയാണ്. വെൻ ദ ഫാദർ ലുക്സ് ആഫ്റ്റർ ദ ചൈൽഡ് എന്ന് പറയാണ്. ഇനിയൊരു മൂന്നാമത്തെ സജഷനും കൂടി ഉണ്ട് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഇജാവലിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ചിനമാൻഡോ നവൂജി എഡിച്ചി എന്ന് പറയുന്നത് ഒരു നൈജീരിയൻ റൈറ്ററാണ്. അവരൊരു ഫെമിനിസ്റ്റാണ്. അവർ നൈജീരിയയിലാണ് ജനിക്കുന്നത്. 15 സെപ്റ്റംബർ 1977 ഒരു ടെഡ് ടോക്കിന് ശേഷമാണ് അവർ ഫേമസ് ആയി മാറുന്നത്. വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ് എന്നവർ പറയുന്നുണ്ട്. അത് അവരുടെ ഒരു എസ്സേ ആണ്. ആ ഒരു എസ്സേയിലാണ് അവരങ്ങനെ പറയുന്നത്. എസ്സേയുടെ പേര് വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ്. ഈ ഒരു എസ്സേ 2014 വരുന്നത്. ഫെമിനിസ്റ്റിന് ഒരുപാട് പേര് കേട്ടവരാണ് അവർ. അതുപോലെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ ആഫ്രിക്കൻ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അച്ഛനമ്മേനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ഷീ റിസീവ്ഡ് ഹർ സെക്കൻഡറി. ഇനി അഡീച്ചിക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടുന്നത് സുസൂക്കിയിൽ നിന്നാണ്. പിന്നെ അവർ മെഡിസിൻ ഫാർമസി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയയിൽ നിന്ന് പഠിച്ചു. പിന്നെ അവർ കമ്മ്യൂണിക്കേഷനും പൊളിറ്റിക്കൽ സയൻസും പഠിക്കുന്നുണ്ട്. ലേറ്റർ ഷീ റിസീവ്ഡ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി. അവർ PG ചെയ്യുന്നത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്നാണ്, ഫ്രം ജോൺ ഹോപ്പിങ്ങിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ദെൻ ആഫ്രിക്കയിൽ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ അറിവുള്ള ഒരു സ്ത്രീയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അത്രയും ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്. ഇനി അവരുടെ ഒരു വർക്കിൻ്റെ പേരാണ് പ്ലേ ഫോർ ലവ് ഓഫ് ബിയാഫ്ര. അതൊരു പ്ലേ ആണ്, നാടകമാണ് ഫോർ ലവ് എന്ന് പറയുന്നത്. അവരുടെ പ്ലേ ആണ് ഫോർ ലവ് ഓഫ് ബിയാഫ്ര എന്ന് പറയുന്നത്. 1998 പബ്ലിഷ് ചെയ്തു. പിന്നെ അവരുടെ ആദ്യത്തെ നോവലിൻ്റെ പേരെന്താ, പർപ്പിൾ ഹിബിസ്കസ് എന്നാണ്. 2003 അതിൽ അവർക്ക് കോമൺവെൽത്ത് വിന്നേഴ്സ് പ്രൈസൊക്കെ കിട്ടി. പിന്നെ ബെസ്റ്റ് ഫസ്റ്റ് ബുക്ക് ആഫ്രിക്കയിലും ഒരുപാട് അവാർഡുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഷോർട്ട് ലിസ്റ്റഡൊക്കെ ആയി എന്ന് പറയാണ്. പിന്നെ അവരുടെ മേജർ നോവൽസ് ഏതൊക്കെയാണ്, ഹാഫ് ഓഫ് എ യെല്ലോ സൺ, ദെൻ അമേരിക്കന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ നോവൽസുകൾ, ദ തിങ്സ് അറൗണ്ട് യുവർ നെക്ക്. ദെൻ നോൺ ഫിക്ഷൻ ഏതൊക്കെയാണ്, വി ഷുഡ് ഓൾ ബി ദ ഫെമിനിസ്റ്റ് എന്നുള്ളത് അവരുടെ നോൺ ഫിക്ഷനാണ്. ദെൻ നമുക്ക് പഠിക്കാനുള്ള ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്, അത് അവരുടെ ഫേമസ് ആയിട്ടുള്ളതാണ്. അങ്ങനെ അവരുടെ വർക്കുകളൊക്കെ. ഇനി ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിയർ ഇജാവലി ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. അതൊരു ലെറ്ററിൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു. എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞ ലെറ്റർ എന്നാണ്, മാനിഫെസ്റ്റോ ആണ്. അതിൽ 15 സജഷൻസ് ആണുള്ളത്. അഡീച്ചി തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇജാവലിക്കാണ് ഇപ്പം ജനിച്ച കുട്ടിയെ, ന്യൂബോൺ ഡോട്ടറെ, മകളെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തണം എന്നുള്ള ഉപദേശങ്ങളാണ്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ രൂപം നമ്മൾ നോക്കിയതാണ്. എന്നാലും നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എഴുത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഡിയർ ഇജാവലി എന്ന് പറഞ്ഞിട്ടാണ്. വാട്ട് എ ജോയ്, എന്തൊരു സന്തോഷമാണ്. വാട്ട് എ ലവ്ലി നെയിം, നീ നിൻ്റെ മകൾക്ക് എന്തൊരു നല്ല പേരാണ് ഇട്ടുള്ളത്. ചിസാളം അഡോറ, അവൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ട്, ഒരാഴ്ചയായിട്ടുള്ളൂ കുട്ടി ജനിച്ചിട്ട്. എന്നിട്ടും അവളുടെ കണ്ണുകളിൽ ലോകത്തെ കാണാനുള്ള അത്ഭുതം ഉണ്ടെന്ന് പറയാണ്. നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ്, ബ്രിങ്ങിങ് എ ഹ്യൂമൻ ബീയിങ് ഇൻ ടു ദ വേൾഡ്. ഒരു അമ്മ ചെയ്ത കാര്യം വലിയൊരു കാര്യമാണ് സ്ത്രീ ചെയ്യുന്നത്, ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ ഇജാവലിയോട് പറയാണ്. യു ആർ നോട്ട് മേഡ് ബി ക്രൈ, യു നോ ഹൗ ഐ ഗെറ്റ് ഫൂളിഷിംഗ്ലി ഇമോഷണൽ സംടൈംസ്. നിൻ്റെ എഴുത്ത് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു എന്ന് ഇജാവലിയോട് അടിച്ച് പറയാണ്. പ്ലീസ് നോ ദാറ്റ് ഐ ടേക്ക് യുവർ ചാർജ് ഹൗ ടു റേസ് ഹെർ ഫെമിനിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇജാവലി അഡീച്ചിയോട് ആവശ്യപ്പെട്ടത് എങ്ങനെ മകളെ ഫെമിനിസ്റ്റാക്കി വളർത്താമെന്നാണ്. അപ്പോൾ അതിനുള്ള സജഷൻസ് ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അഡീച്ചി പറയാണ്, ഫോർ മീ ഫെമിനിസം ഈസ് ഓൾവേസ് കോണ്ടെക്ച്വൽ. ഫെമിനിസം എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ളതാണെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് എ സെറ്റ് ഇൻ സ്റ്റോൺ റൂൾ, പ്രത്യേകിച്ച് ഒരു നിയമം അതിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്.
ഇത് 2 ടൂൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 2 ഫെമിനിസ്റ്റ് ടൂളുകൾ. ഞാൻ നേരത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞു തന്ന ടൂളുകൾ തന്നെയാണ്. ഒന്നാമത്തത് എന്താ, ഐ മാച്ചർ, അതായത് സ്വയം പ്രാധാന്യം കൊടുക്കുക, ഇക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത്തത് എന്താ, റിവേഴ്സ് ചെയ്യുന്നതാണെന്ന് പറയുന്നു, എക്സിനെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചൂടിയുടെ കാര്യത്തിൽ, അതായത് ഇജാവലിയിലെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ. ഇജാവലിയിലെ ഹസ്ബൻഡിന് ഒരു മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഇജാവലി എന്ത് ചെയ്യണം, നോർമലി ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ ഹസ്ബൻഡിനെ ഉപേക്ഷിക്കണം. പക്ഷെ നമുക്ക് വേറൊരു രീതിയും കൂടെ ചെയ്യാമെന്ന് പറയാണ്. ഇപ്പോൾ ഇജാവലി ഒരു തെറ്റ് ചെയ്ത് ഹസ്ബൻഡ് ഇജാവലിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സെയിം തെറ്റ് ഹസ്ബൻഡ് ചെയ്യുമ്പോഴും ഇജാവലിക്ക് ഹസ്ബൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, സമത്വത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ സജഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജഷൻസ് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ജിസാലത്തിന് കൊടുക്കാനുള്ള സജഷൻസാണ്. ഫസ്റ്റ് സജഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എ ഫുൾ പേഴ്സൺ, മുഴുവനായിട്ടുള്ള മനുഷ്യനാവുക. മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു അമ്മയായിരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അമ്മയായിരിക്കുന്നത് മാത്രമാണ് ഒരു വലിയ കാര്യം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കാര്യത്തിന് നമ്മൾ പ്രാധാന്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അത് കുട്ടിക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ഒരു ജേർണലിസ്റ്റ് കൊടുത്ത ഒരു ഉപദേശം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പലപ്പോഴും പരമ്പരാഗതമായിട്ട് പറയും, ഒരു കുട്ടി ജനിച്ച വേറെ ജോലിക്കൊന്നും പോകരുത്. ഹസ്ബൻഡിന് വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ചിലവിൽ ജീവിക്കാം, കുട്ടീനെ നോക്കിയിരിക്കണം എന്നൊക്കെ. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്ന് പറയാണ്. ജോലിക്കൊക്കെ പോകണം. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു വലിയൊരു കാര്യമാണ്, സെൽഫ് റെസ്പെക്റ്റൊക്കെ ആണെന്ന് പറയാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, പ്രായമുള്ള ഒരു ജേർണലിസ്റ്റ്, കുറച്ച് മെച്യൂരിറ്റി വന്നൊരു ജേർണലിസ്റ്റ്, അവർക്കൊരു മകൻ കൂടിയുണ്ട്. എന്നിട്ട് യങ് ജേർണലിസ്റ്റിന് കൊടുത്തൊരു ഉപദേശം, നമ്മൾ ജോലി ചെയ്യുമ്പോൾ മാക്സിമം അതിൽ എൻജോയ് ചെയ്യുക, ഒരു വിട്ടുവീഴ്ച അവിടെ പറയാനായിട്ട് പാടില്ല എന്ന് പറയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ. എവരിബഡി വിൽ ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് വാട്ട് യു ഷുഡ് ഡു. നീ എന്ത് ചെയ്യണം എന്നുള്ള അഭിപ്രായം പലർക്കും ഉണ്ടാവും. പക്ഷെ അതൊന്നും മാറ്റർ അല്ല. വാട്ട് മാറ്റർ ഈസ് വാട്ട് യു വാണ്ട് ഫോർ യുവർ സെൽഫ്. നിനക്ക് എന്താ വേണ്ടത് അത് നീ ചെയ്യുക. ആൻഡ് നോട്ട് വാട്ട് അതേഴ്സ് വാണ്ട് യു ടു ഡു. മറ്റുള്ളവർ നീ ചെയ്യേണ്ടത് അല്ല നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ നീ ഇന്നത് ചെയ്യണ്ട അതല്ല നീ സ്വീകരിക്കേണ്ടത്. നിനക്ക് എന്താണോ വേണ്ടത് അത് നീ ചെയ്യുക. ഇക്വാലിറ്റി, ഫ്രീഡം ഒക്കെയാണ് ഇവിടെ പറയുന്നത്. പ്ലീസ് റിജക്ട് ദ ഐഡിയ ദാറ്റ് മദർഹുഡ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മദർഹുഡ് ഉണ്ടെങ്കിൽ, അമ്മയാണെങ്കിൽ വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല എന്ന ചിന്താഗതിനെ റിജക്റ്റ് ചെയ്യുക. മദർഹുഡിനോടൊപ്പം തന്നെ മറ്റ് ജോലിയും സന്തോഷകരമായിട്ട് കൊണ്ടുപോവുക. പിന്നെ മറ്റുള്ളവരുടെ, കാരണം ആദ്യമായിട്ടൊരു അമ്മയാകുമ്പോൾ പല കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്, ആസ്ക് ഫോർ ഹെൽപ്പ്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാം, മറ്റുള്ളവരുടെ ഹെൽപ്പ് സ്വീകരിക്കാം. ഒരു സൂപ്പർ വുമൺ ആവണമെന്ന് നിർബന്ധമില്ല, എല്ലാം അറിയണമെന്നൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ വായിക്കാം, അറിയാം. പാരൻറ്റിങ് ഈസ് അബൌട്ട് ആൻഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി സെക്കൻഡ് സജഷനായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഡു ഇറ്റ് ടുഗദർ. രണ്ടുപേരും അച്ഛൻ അമ്മയും തുല്യ ഇതോടുകൂടെ ചെയ്യുക. റിമെമ്പർ ഇൻ പ്രൈമറി സ്കൂൾ വി ലേൺ ദാറ്റ് ഡൂയിങ് വേർഡ്, ചെയ്യുക, ഒരു ജോലി ചെയ്യുക എന്ന വാക്ക് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇജാവലിയോട് പറയാണ്, ഹസ്ബൻഡായിട്ടുള്ള ചൂടി ഷുഡ് ഡു എവറിഥിങ് വാട്ട് ബയോളജിക്കലി അലൗസ്. ഇജാവലി കുട്ടിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഹസ്ബൻഡായിട്ടുള്ള ചൂടിയും ചെയ്യണം. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചൂടിക്ക് ചെയ്യാൻ പറ്റാത്തത്, ബാക്കി എല്ലാം ചെയ്യണം എന്ന് പറയണം. ചിലപ്പോഴൊക്കെ സം മദേഴ്സ് സോ കണ്ടീഷൻ ടു ബി ഓൾ ആൻഡ് ഡു ഓൾ. അമ്മമാരെല്ലാം ചെയ്യും, അച്ഛനൊരു റോളില്ലാത്ത പോലെയാണെന്ന് പറയാണ്. അമ്മ എന്ത് ചെയ്യിപ്പിക്കുന്നോ അതൊക്കെ അച്ഛനും ചെയ്യിപ്പിക്കണമെന്ന് പറയാണ്. അതിന് പ്രത്യേകിച്ച് അവരോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവർ ഹെൽപ്പറൊന്നുമല്ല, അത് അച്ഛൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. അച്ഛനൊരിക്കലും ബേബി സിറ്ററല്ല, അച്ഛന് അതിൻ്റേതായ റോൾസ് ഉണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് റിജക്ട് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ് എന്ന വാക്ക് ഒഴിവാക്കാമെന്ന് പറയാണ്. ചൂടി ഹെൽപ്പ് ചെയ്യല്ല, ചൂടിക്ക് കുട്ടീനെ കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹീസ് ഡൂയിങ് വാട്ട് ഹീ ഷുഡ്. എന്താണോ ചെയ്യേണ്ടത് ഇനിയാണ് അച്ഛൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാർ കുട്ടീനെ നോക്കുമ്പോൾ അച്ഛന്മാരെ പുകഴ്ത്തി പ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഡ്യൂട്ടിയാണെന്ന് പറയണം.
അതുകൊണ്ട് തന്നെ ചൂഡി ഡസ് നോട്ട് റിസർവ് എനി സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ്. ചൂഡിയോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, പ്രൈസ് പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. യു ബോത്ത് മെയ്ഡ് ദ ചോയ്സ് ടു ബ്രിങ് എ ചൈൽഡ് ഇൻ ടു ദ വേൾഡ്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ കുട്ടിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് ദ ചൈൽഡ് ബിലോങ്സ് ഈക്വലി ടു യു ബോത്ത്. കുട്ടിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തുല്യ അവകാശമാണ്. ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ് ഇഫ് യു വേർ എ സിംഗിൾ മദർ. നീ ഒരു സിംഗിൾ മദർ ആണെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും, ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ആയിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. സോ ഡൂയിങ് ടുഗദർ അതാണ് നല്ല ഓപ്ഷൻ എന്ന് പറയാണ്. ബട്ട് യു ഷുഡ് നോട്ട് ബി എ സിംഗിൾ മദർ അൺലെസ് യു ആർ ട്രൂലി എ സിംഗിൾ മദർ. പിന്നെ മൈ ഫ്രണ്ട് നൊവാബോ വൺസ് ടോൾഡ് മീ ദാറ്റ് ബിക്കോസ് ഹിസ് വൈഫ് ലെഫ്റ്റ് വെൻ ഹിസ് കിഡ്സ് വെർ യങ് ഹി ബിക്കം മിസ്റ്റർ മം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരും കൂടെ ഇവിടെ അടീച്ച് പറയുന്നുണ്ട്. അടീച്ചിക്ക് ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നവാബു. അയാളുടെ ഭാര്യ അയാളെ വിട്ടുപോയി കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോൾ. അങ്ങനെ ആ നവാബു മിസ്റ്റർ മമ്മായി എന്ന് പറയാണ്. ബൈ വിച്ച് ഹി മെൻറ്റ് വാട്ട് ഹി ഡിഡ് ദ ഡെയിലി കെയർ ഗിവിങ്. എല്ലാ കാര്യങ്ങളും ചെയ്തു. ബട്ട് ഹി വാസ് നോട്ട് ബീങ് എ മിസ്റ്റർ ബം, ഹി വാസ് സിംപ്ലി ബീങ് എ ഡാഡ്. പക്ഷെ ശരിക്കും അതൊരു മിസ്റ്റർ മമ്മ ആവേണ്ട കാര്യമുണ്ടോ? അല്ല, അച്ഛൻ തന്നെ ആയാൽ മതി. മിസ്റ്റർ മം എന്ന് അതിന് പേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല. കാരണം അമ്മയിലിങ്ങനെ ശരിക്കും അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ മം എന്നൊരിക്കലും പദത്തിൻ്റെ ആവശ്യമില്ല. സിംപ്ലി ബീങ് എ ഡാഡ്, അച്ഛൻ എന്ന വാക്കേ ആവശ്യമുള്ളൂ എന്നും അടീച്ചി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 2 സജഷൻ കഴിഞ്ഞു. ഒന്നാമത്തെ ഫസ്റ്റ് സജഷൻ ബി എ ഫുൾ പേഴ്സൺ. രണ്ടാമത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് ടുഗദർ ആണ്. ഇനി മൂന്നാമത്തെ സജഷനാണുള്ളത്. മൂന്നാമത്തെ സജഷൻ എന്താ പറയുന്നത്? ടീച്ച് ഹെർ ദാറ്റ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ്. മകളായിട്ടുള്ള ചിസാലത്തിന് ജെൻഡർ റോളുകളെ പറ്റിയിട്ടുള്ള ഒരു ആശയം പറഞ്ഞു കൊടുക്കുക. ഈ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് സമൂഹം ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ ജെൻഡർ റോൾ? പുരുഷൻ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, സ്ത്രീ ഇന്ന ജോലിയെ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇപ്പോൾ പുരുഷൻ എന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് മരത്തിൽ കയറാം, ഓടിച്ചാടി കളിക്കാം. പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയുക, കറിയും ചോറൊക്കെ വെച്ചിട്ടുള്ള കളി. അങ്ങനെ ജെൻഡർ റോൾസ് സമൂഹം ചെറുപ്പത്തിലേ കൊടുക്കും കുട്ടികൾക്ക്. ആ ജെൻഡർ റോൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ടായിട്ടുള്ള നോൺസെൻസ് ആണെന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജെൻഡർ റോൾ ഈസ് ആൻ ആബ്സല്യൂട്ട് നോൺസെൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഡു നോട്ട് എവർ ടെൽ ഹെർ ദാറ്റ് വാട്ട് ഹീ ഷുഡ് നോട്ട് ഡു ബിക്കോസ് ഷീ വാസ് എ ഗേൾ. ആ കുട്ടി ഒരു പെൺകുട്ടി ആയതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊരിക്കലും അവൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയാണ്. ബിക്കോസ് യു ആർ എ ഗേൾ ഈസ് എ റീസൺ ഫോർ എനിത്തിങ് എവർ. പെൺകുട്ടി ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്ന്. ഐ റിമെമ്പർ ബീങ് ടോൾഡ് ആസ് എ ചൈൽഡ് ടു ബെൻഡ് ഡൗൺ. ഇപ്പോൾ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായൊരു അനുഭവം അടീച്ചി ഇവിടെ ആലോചിക്കുകയാണ്. പെൺകുട്ടി എന്നതുകൊണ്ട് തന്നെ അവളോട് പറയാറുണ്ട് നല്ലപോലെ കുനിഞ്ഞ് നല്ലപോലെ വൃത്തിയിൽ അടിക്കാനൊക്കെ, മിറ്റം അടിക്കാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ പറയാറുണ്ടെന്ന് പറയാണ്. ആൻഡ് ഐ വിഷ് മൈ ബ്രദേഴ്സ് ഹാഡ് ബീൻ ടോൾഡ് ദ സെയിം തിങ്. ആ സമയത്തൊക്കെ അടീച്ചി ആഗ്രഹിച്ചിട്ടുണ്ട് സഹോദരന്മാരോടും ഇങ്ങനെ പറഞ്ഞെങ്കിൽ അടിച്ചു വരാനൊക്കെ. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. There have been recent Nigerian social media debates about the woman and cooking, but now wives have to cook for husbands. ഹസ്ബൻഡിന് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഭാര്യയുടെ റോളാണ്, ജോബാണെന്നൊക്കെ അതിനൊക്കെ എതിർക്കാണ് അടീച്ചി. ഇറ്റ് ഈസ് ഫണ്ണി ഇൻ ദാറ്റ് വേ ദ സാഡ് തിങ്സ് ആർ ഫണ്ണി. വിഷമമുള്ള കാര്യമാണ്, അതേപോലെ തന്നെ അതൊക്കെ തമാശയാണെന്ന് പറയാണ്. ദാറ്റ് വി ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് കുക്കിംഗ് ആസ് സം കൈൻഡ് ഓഫ് മാർജിനബിലിറ്റി ടെസ്റ്റ് ഫോർ വുമൺ. മാരേജബിലിറ്റി ടെസ്റ്റ് ഫോർ വുമൺ. ഇത് സങ്കടമുള്ള കാര്യമാണ്, അതേപോലെ തമാശയുള്ള കാര്യമാണ്. ഇന്നും ഒരു മാരേജിൻ്റെ സമയത്ത് പെൺകുട്ടിയോട് ചോദിക്കും നിനക്ക് കുക്കിംഗ് അറിയോ എന്നുള്ളത്. ഒരു മാരേജിനുള്ള ടെസ്റ്റ് പോലെയായിട്ട് കുക്കിംഗ് മാറിയിട്ടുള്ളത് ഒരേ സമയം തമാശയും അതുപോലെ തന്നെ വിഷമമുള്ള കാര്യമാണെന്ന് പറയണം. ദ നോളേജ് ഓഫ് കുക്കിംഗ് ഡസ് നോട്ട് കം പ്രീ ഇൻസ്റ്റാൾഡ് ഇൻ എ വെജീന. വെജീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫീമെയിൽ ഓർഗനാണ്. ആ ഒരു ഓർഗാനിൽ നിന്ന് വരുന്ന ഒന്നല്ല കുക്കിംഗ് എന്ന് പറയാണ്. കുക്കിംഗ് ഈസ് ലേൺ. കുക്കിംഗ് പാചകം ചെയ്യാൻ ആർക്കും പഠിക്കാമെന്ന് പറയാണ്. അതൊരു വീട്ടുജോലിയാണെന്ന് പറയാണ്, ലൈഫ് സ്കില്ലാണ്. ബോത്ത് മെൻ ആൻഡ് വുമൺ ഷുഡ് ഐഡിയലി ഹാവ്. രണ്ടുപേരും ഒരേപോലെ ചെയ്യണമെന്ന് പറയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ സ്കിൽ ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് ബോത്ത് മെൻ ആൻഡ് വുമൺ. രണ്ടുപേരും തുല്യമായിട്ട് ചെയ്യേണ്ടതാണെന്ന് പറയണം. വി ഓൾസോ നീഡ് ടു ക്വസ്റ്റ്യൻ ദ ഐഡിയ ഓഫ് മാരേജ് ആസ് എ പ്രൈസ് ടു വുമൺ ബിക്കോസ് ദാറ്റ് ഈസ് ദ ബേസിക് ഓഫ് ദീസ് എബ്സർഡ് ഡിബേറ്റ്സ്. If we stop conditioning women to see marriage as a prize, then we would have fewer debates about a wife needing to cook in order to earn that prize.
ഒരു സ്ത്രീക്കുള്ള ഒരു സമ്മാനമായിട്ട് വിവാഹത്തെ കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു മീ ഹൗ ഏർലി ദ വേൾഡ് സ്റ്റാർട്ട്സ് ടു ഇൻവെൻറ്റ് ജെൻഡർ റോൾസ്. എത്ര കാലം മുന്നേ ഈ ഒരു ജെൻഡർ റോൾസ് കൊണ്ടുവന്നതെന്ന് പറയാണ്. ജെൻഡർ റോൾസ് അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ, കുട്ടി ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ ആ കുട്ടീനെ മെന്ന് വിമൻ അല്ലെങ്കിൽ ഒരു ബോയ് ഗേളായിട്ട് തരം തിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ അടിച്ച് പറയാണ്. അടിച്ച് പറയാണ്, ഇന്നലെ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു എ ചിൽഡ്രൻ ഷോപ്പ്. ഒരു കുട്ടികളുടെ കടയിലേക്കാണ്, ബേബി ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് അടിച്ച് പോയത്? ടു ബൈ ചിസാലം ആൻഡ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ചിസാലം ഓൾറെഡി ഇജാവലി ഫ്രണ്ടിൻ്റെ മകളാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ മകൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് അടിച്ച് പോവാണ് ഒരു കുട്ടികളുടെ കടയിലേക്ക്. അപ്പോൾ ഗേൾസിൻ്റെ സെക്ഷനിൽ, അപ്പോൾ അവിടെ തന്നെ സെക്ഷനായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഡ്രസ്സ്, ബോയ്സിന് ഗേൾസിന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അവിടെ ജെൻഡർ ഡിസ്റ്റിങ്ഷൻ വരികയാണെന്ന് പറയാണ്. ഗേൾസ് സെക്ഷനിൽ പെയിൽ ക്രിയേഷൻസ് ആണ്, ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ, ഷെയ്ഡ്സൊക്കെയാണ്, പിങ്ക് കളറാണ് കാണാൻ പറ്റുക. അപ്പോൾ അത് ഇഷ്ടമായില്ല ആർക്ക്? അടിച്ചിക്ക്. ദ ബോയ് സെക്ഷനിൽ ഔട്ട്ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ കളറാണ്. ബിക്കോസ് ഐ തോട്ട് ബ്ലൂ വുഡ് ബി അഡോറബിൾ അഗെയിൻസ്റ്റ് ഹെർ ബ്രൗൺ സ്കിൻ. അപ്പോൾ അടിച്ചിക്ക് തോന്നി ചിസാലത്തിന് ബ്ലൂ കളറായിരിക്കും, കാരണം അവളുടെ ബ്രൗൺ സ്കിന്നാണ്, അപ്പോൾ അതായിരിക്കും എന്ന് തോന്നി. ഫോട്ടോഗ്രാഫ്സിലും അതാണെന്ന് തോന്നി. ഐ ബോട്ട് വൺ. ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് അടിച്ചി ആർക്ക് വേണ്ടി എടുത്തത്? ചിസാലത്തിനെടുത്തത്. ആൻഡ് അത് ചെക്ക് കൗണ്ടർ, അങ്ങനെ പൈസ കൊടുക്കുന്ന സമയത്ത് കാഷ്യർ പറഞ്ഞു അടിച്ചോട്, ദ പെർഫെക്റ്റ് പ്രസൻറ്റ് ഫോർ ദ ന്യൂ ബോയ്. എന്താ പറഞ്ഞു? ഈ ഡ്രസ്സ് നോക്കിയിട്ട് പറഞ്ഞു ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രസൻ്റ് ആയിരിക്കും, കാരണം ഒരു പുതിയ ബോയ്ക്കിന്ന്. അപ്പോൾ ആ സമയത്ത് അടിച്ചി പറഞ്ഞു, ഐ സെഡ് ഇറ്റ് വാസ് ഫോർ എ ബേബി ഗേൾ. അടിച്ചി എന്താ പറഞ്ഞു? ഇത് ബോയ്ക്കല്ല, ഇത് ബേബി ഗേളിനാണ്. ആ സമയത്ത് ആ കാഷ്യർ ഭയങ്കര ഹൊറിഫൈഡ് ആയിട്ടുള്ള പോലെ, എന്തോ ഒരു അത്ഭുതം സംഭവിച്ച പോലെ, ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത പോലെ തോന്നി എന്ന് പറയാണ്. ബ്ലൂ ഫോർ എ ഗേൾ, ഒരു പെൺകുട്ടിക്ക് ബ്ലൂ കളറോ എന്ന് ചോദിച്ചു എന്ന് പറയാണ്. I cannot help but wonder about the clever marketing person who invented this pink blue binary. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്തെ ഒരു ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് വ്യത്യാസം കൊണ്ടുവന്നതിൽ ഭയങ്കര ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ക്ലവർ മൈൻഡ് തോന്നി എന്ന് പറയണം. There was also gender neutral section array of box. Less grace. Gender neutral is silly because it's premised on the idea of male being blue and female എന്തായിരിക്കണം പിങ്ക് എന്നൊക്കെയാണ് പറയുന്നത്. Why not just have baby clothes organized by the age and displayed in all colors? അപ്പോൾ ചോദിക്കുകയാണ്, ഇവിടെ വ്യത്യാസം വരേണ്ട പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അങ്ങനെ ഇട്ടൂടെ? എന്തിനാണ് ഈ ഒരു ബോയ് ഗേൾ ഡിസ്റ്റിങ്ഷൻ വെക്കുന്നത് എന്ന് പറയുകയാണ്. കാരണം മെയിലിൻ്റെയും ഫീമെയിൽ കുട്ടി എന്ന സമയത്ത് മെയിൽ ബോഡിയും ഫീമെയിൽ ബോഡിയൊക്കെ ഏകദേശം എന്താണ് സിമിലർ അല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഇനി ടോയ് സെക്ഷൻ്റെ കാര്യം പറയാണ്. വിച്ച് വാസ് ഓൾസോ അറേഞ്ച്ഡ്. അതും ജെൻഡർ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് പറയാണ്. കാരണം ബോയ്സിനെ ആക്റ്റീവായിട്ടാണ് സമൂഹം കാണുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ട്രെയിൻസ് കാർസൊക്കെയാണ് അവർക്ക് ടോയ്സ്. ഗേൾസ് എപ്പോഴും പാസീവാണ്, അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, വീക്കാണെന്നൊക്കെയാണ് സമൂഹം കാണുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് ഡോൾസ് പാവകളാണ്. ഐ വാസ് സ്ട്രക്ക് ബൈ ദീസ്. ഞാനത് ശ്രദ്ധിച്ചു എന്ന് പറയാണ്. ഐ ഹാഡ് നോട്ട് ക്വൈറ്റ് റിയലൈസ്ഡ് ഹൗ ഏർലി സൊസൈറ്റി സ്റ്റാർട്ട്സ് ടു ഇൻഫെൻറ്റ് ഐഡിയാസ് ഓഫ് വാട്ട് എ ബോയ് ഷുഡ് ബി, വാട്ട് എ ഗേൾ ഷുഡ് ബി. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് വീടുമ്പോൾ തന്നെ സമൂഹം തീരുമാനിക്കുകയാണ് എന്തൊക്കെ ആൺകുട്ടിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയണം. അപ്പോൾ ഐ വിഷ് ദ ടോയ്സ് ഹാഡ് ബീൻ അറേഞ്ച് ബൈ ദ ടൈപ്പ് റേദർ ദാൻ ബൈ ജെൻഡർ. ഒരു ടൈപ്പിനനുസരിച്ച് ടോയ്സ് അറേഞ്ച് ചെയ്യണമെന്നാണ് അടിച്ചി പറയുന്നത്, അല്ലാതെ ജെൻഡർ നോക്കിയിട്ടല്ല എന്ന് പറയാണ്. ഡിഡ് ഐ എവർ ടെൽ യു അബൌട്ട് ദ ഗോയിങ് ടു എ US മാൾ? ഒരു അമേരിക്കയുടെ ഒരു മാളിൽ പോവാണ്. 7 വയസ്സുള്ള ഓൾഡായിട്ടുള്ള ഒരു നൈജീരിയൻ പെൺകുട്ടിയുണ്ട്. ആൻഡ് ഹെർ മദർ, അവളുടെ അമ്മയുണ്ട്. ഷീ സോ എ ടോയ് ഹെലികോപ്റ്റർ. ഈ സമയത്ത് ഈ ഒരു പെൺകുട്ടി, 7 വയസ്സായ പെൺകുട്ടി ഒരു ഹെലികോപ്റ്റർ കണ്ടു. വൺ ഓഫ് ദോസ് തിങ്സ് ദാറ്റ് ഫ്ലൈ ബൈ വയർലെസ് റിമോട്ട് കൺട്രോൾ. റിമോട്ടിൽ ആ ഒരു ഹെലികോപ്റ്റർ ഓടും. ആൻഡ് ഷീ വാസ് ഫാസിനേറ്റഡ്. അങ്ങനെ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് വാങ്ങിച്ചു തരുമോ എന്ന് ആ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്. നോ, ഹെർ മദർ സെഡ്. പറ്റില്ല എന്ന് അമ്മ പറയാണ്. യു ഹാവ് യുവർ ഡോൾസ്. നിനക്ക് നിൻ്റെ പാവകളുണ്ട്. ആൻഡ് ഷീ റെസ്പോണ്ടഡ്, മമ്മി ഈസ് ഇറ്റ് ഓൺലി ഡോൾസ് ഐ വിൽ പ്ലേ വിത്ത്. ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി എന്താ ചോദിക്കുന്നത്? പാവോണ്ട് മാത്രമാണോ അമ്മ എനിക്ക് കളിക്കാൻ പറ്റുകയെന്ന്. പഠിച്ച് പറയാണ്, ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ ദാറ്റ്. ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല എന്ന് പറയാണ്. ഹെർ മദർ മെൻറ്റ് വെൽ ഒബിയസ്ലി.
ഷീ വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾ. അമ്മ പറഞ്ഞു ആ പെൺകുട്ടി ആയതുകൊണ്ട് നീ പാവകൊണ്ട് കളിച്ചാൽ മതിയെന്ന്. കാരണം ആ അമ്മ ഓൾറെഡി ആ ഒരു ജെൻഡർ റോൾ അംഗീകരിച്ചു കഴിഞ്ഞു. ദാറ്റ് ഗേൾസ് പ്ലേ വിത്ത് ഡോൾസ്, പെൺകുട്ടികൾ പാവ വെച്ച് കളിക്കുക, ആൻഡ് ബോയ്സ് വിത്ത് ഹെലികോപ്റ്റർ. ഐ വണ്ടർ ഹൗ വൈസ്ഫുള്ളി ഇഫ് ദ ലിറ്റിൽ ഗേൾ വുഡ് ഹാവ് ടേൺ ഔട്ട് ടു ബി എ റെവല്യൂഷണറി എഞ്ചിനീയർ. അപ്പോൾ അടിച്ച് ചോദിക്കുകയാണ്, ആർക്കറിയാം ആ ഒരു പെൺകുട്ടി നല്ല വിപ്ലവകാരിയായിട്ടുള്ളൊരു എഞ്ചിനീയറായി മാറില്ല എന്ന്. ഹാഡ് ഷീ ബീൻ ഗിവൺ എ ചാൻസ് ടു എക്സ്പ്ലോർ ദ ഹെലികോപ്റ്റർ. ഒരു പക്ഷേ ആ ഹെലികോപ്റ്റർ അമ്മ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു, ആ പെൺകുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു. അവൾ ആ ഹെലികോപ്റ്റർ ഓപ്പറേറ്റ് ചെയ്തു. അപ്പം എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ അവൾ ലോകം അറിയപ്പെടുന്ന വിപ്ലവകാരിയായിട്ടുള്ളൊരു എഞ്ചിനീയറായി മാറില്ല എന്ന് ചോദിക്കുകയാണ് അഡീച്ചി. ഇനി എന്താ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? ഇഫ് യു ഡോണ്ട് പ്ലേസ് ദ സ്ട്രെയിറ്റ് ജാക്കറ്റ് ഓഫ് ജെൻഡർ റോൾസ് ഓൺ എ യങ് ചിൽഡ്രൻ വി വിൽ ഗീവ് ദം സ്പേസ് ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. എന്നാൽ സമൂഹം ഇങ്ങനെ ഒരു ജെൻഡർ റോൾ കൊടുത്തില്ലെങ്കിൽ ഓരോ കുട്ടിക്കും അവരുടെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് പറയാണ്. പ്ലീസ് സീ ഷിസാലം ആസ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ ഉപദേശം കൊടുക്കുകയാണ് ഇജാവലിക്ക്. ഷിസാലത്തെ ഒരു മനുഷ്യനായിട്ട്, ഒരു കുട്ടിയായിട്ട് കാണുക. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് കാണേണ്ട കാര്യമില്ല, ഒരു വ്യക്തിയായിട്ട്, ഇൻഡിവിജ്വലായിട്ട് കാണുക. നോട്ട് ആസ് എ ഗേൾ, പെൺകുട്ടിയായിട്ട് കാണണ്ട. ഹു ഷുഡ് ബി എ സർട്ടൺ വേ. ഷീ ഹെർ വീക്ക്നെസ് ആൻഡ് ഹെർ സ്ട്രെങ്ത്. അവളുടേതായ വീക്ക്നെസ്സുകളും സ്ട്രെങ്ത്തും ഉണ്ടാവും. അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ കാണുക. അല്ലാതെ ഒരു സ്കെയിൽ വെച്ച് പെൺകുട്ടിയെ അവളെ അളക്കേണ്ട കാര്യമില്ല. മെഷർ ഹെർ ഓൺ ദ സ്കെയിൽ ഓഫ് ബീയിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ഹെർ സെൽഫ്. അവൾ എന്താണോ, അവൾ ഏറ്റവും നല്ലത് എന്തിലാണോ ആ രീതിയിൽ അവളെ അളക്കുക. എ യങ് നൈജീരിയൻ വുമൺ വൺസ് ടോൾഡ് മീ വാട്ട് ഷീ ഹാഡ് 4 years ബിഹേവ്ഡ് ലൈക്ക് എ ബോയ്. മറ്റൊരു സംഭവം ഇവിടെ അടിയിച്ച് പറയാണ്. നൈജീരിയയിൽ ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ്. ചെറുപ്പത്തിലൊക്കെ ഈ ഒരു സ്ത്രീ ഒരു ആൺകുട്ടീനെ പോലെ ബിഹേവ് ചെയ്തിരുന്നു. കാരണം ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ധരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ബോയുടെ ഡ്രസ്സൊക്കെ ധരിക്കും. പക്ഷേ അവളുടെ അമ്മ നിർബന്ധിച്ച് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാണ്. ബോയിഷായിട്ട് അവളുടെ ഇൻട്രസ്റ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാണ്. ഷീ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ഹെർ മദർ ഫോർ ഹെൽപ്പിംഗ് ഹെർ സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് എ ഗേൾ. അങ്ങനെ അമ്മ സഹായിച്ചോളൂ ഒരു പെൺകുട്ടിയായിട്ട് ബിഹേവ് ചെയ്യാൻ എന്ന് പറയാണ്. ദ സ്റ്റോറി മെയ്ഡ് മീ സാഡ്. ഈ ഒരു കഥ കേട്ടപ്പോൾ വിഷമമായി അടിച്ചിക്ക് എന്ന് പറയാണ്. I wondered what parts of herself she had needed to silence and stifle. ഒരു പെൺകുട്ടിയായതുകൊണ്ട് സൈലൻ്റ് ആയിരിക്കുക, മിണ്ടാതിരിക്കുക. ആൻഡ് ഐ വണ്ടേർഡ് അബൌട്ട് വാട്ട് ഹെർ സ്പിരിറ്റ് ഹെർ ലോസ്റ്റ്. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സ്പിരിറ്റ്, ആ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ബിക്കോസ് വാട്ട് ഷീ കോൾഡ് ബിഹേവിങ് ലൈക്ക് എ ബോയ്. ആ ഒരു ബിഹേവിങ് ലൈക്ക് എ ബോയ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയാണ്. വാസ് സിംപ്ലി ബിഹേവിങ് ലൈക്ക് ഹെർ സെൽഫ്. ആ ഒരു പെൺകുട്ടിക്ക് ബിഹേവിങ് ലൈക്ക് എ ബോയ് എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ബിഹേവിങ് ലൈക്ക് ഹെർ സെൽഫ്, അവളെന്താണോ അതുപോലെ അവൾ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു കുട്ടി ബിഹേവിങ് ലൈക്ക് എ ബോയ്, ഞാനൊരു ആൺകുട്ടിയെ പോലെ പെരുമാറിയപ്പോൾ എന്ന് പറഞ്ഞത് അടീച്ചിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയെന്ന് പറയാണ്. മറ്റൊരു എക്സാമ്പിളും കൂടെ, ഒരു അനുഭവം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ആൻ അമേരിക്കൻ ലിവിങ് ഇൻ പെസഫിക് നോർത്ത് വെസ്റ്റ് വൺസ് ടോൾഡ് മീ ദാറ്റ് വെൻ ഷീ ലുക്ക് ഹെർ 1-year-old son to a baby play group where babies had been brought by their mother. ഒരു കുട്ടികളുടെ പ്ലേ ഗ്രൂപ്പാണ്, അമ്മമാരാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഷീ നോട്ടീസ് ദാറ്റ് മദേഴ്സ് ഓഫ് ബേബി ഗേൾസ് were very restraining, constantly telling the girls don't touch or stop and be nice. കുട്ടികളോട് പറയുന്നുണ്ട് തൊടരുത്, സ്റ്റോപ്പ് ചെയ്യൂ, നല്ല രീതിയിൽ പെരുമാറൂ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയാണ്. ആൻഡ് ഷീ നോട്ടീസ് ദാറ്റ് ദ ബേബി ബോയ്സ് were encouraged to explore more and more. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലേ ഗ്രൗണ്ടാണ്, അവിടെ ബോയ്സിനും ഗേൾസിനും കൊണ്ടുവരുന്നു. 1-2 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ പെൺകുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാരെന്ത് പറയണം, അത് തൊടരുത്, ഇത് തൊടരുത്, ശബ്ദം കുറയ്ക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാർ കൂടുതൽ അവരെ കളിക്കാൻ അനുവദിക്കുകയാണ്, കൂടുതൽ എൻകറേജ് ചെയ്യാണ്. എക്സ്പ്ലോർ മോർ ആൻഡ് വർ നോർ റീസ്ട്രെയിൻഡ്. ഒന്നും ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊന്നും ആൺകുട്ടികളെ കൊണ്ടുവരുന്നില്ല അമ്മമാർ പറയുന്നില്ല എന്ന് പറയാണ്. Her theory was that the parents unconsciously start very early to teach girls how to be. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ചു പറയുന്നത് ചെറുപ്പത്തിലെ ഒരു അബോധതലത്തിൽ തന്നെ അമ്മമാർ, പെൺകുട്ടികളുടെ അമ്മമാർ പെൺകുട്ടികളെ ടീച്ച് ചെയ്യാണ്. പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ഇന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ. ദ ബേബി ഗേൾസ് ആർ ഗിവൺ ലെസ് റൂം. കളിക്കാനൊക്കെ കുറച്ച് റൂമാണ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ ബേബി ഗേൾസിന്. മാത്രമല്ല കൂടുതൽ നിയമങ്ങളും.
അതേസമയം ബേബി ബോയ്സിനാണെങ്കിൽ കൂടുതൽ സ്പേസും കൊടുക്കുന്നുണ്ട്, അവർക്ക് നിയമങ്ങളും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? അങ്ങനെയുള്ള ജെൻഡർ റോൾസ് ഷിസാലത്തിന് മകൾക്കൊന്നും കൊടുക്കരുത്. ജെൻഡർ റോൾസ് ആർ സോ ഡീപ്ലി കണ്ടീഷൻ ഇൻ അസ് ദാറ്റ് വി വിൽ ഓഫൺ ഫോളോ ദം. സമൂഹം ഈ ജെൻഡർ റോൾസ് നമ്മൾ അടിച്ചമർത്തുകയാണ്. ഈ ബോയ്സ് ഇന്നതാ ചെയ്യാൻ പാടുള്ളൂ, ഗേൾസ് ഇന്നതാ ചെയ്യാൻ പാടുള്ളൂ, നമ്മളത് ഫോളോ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾക്കൊക്കെ എതിരായിട്ടായിരിക്കും അത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കെതിരായിട്ട്, നമ്മുടെ സന്തോഷങ്ങൾക്കെതിരായിട്ടായിരിക്കും അത് എന്ന് പറയാണ്. ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു അൺലേൺ. പക്ഷെ അതിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാതിരിക്കുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ്. അപ്പോൾ ഇജാവലിയോട് പറയുകയാണ് അഡീച്ചി, ഷിസാലത്തിന് ഉറപ്പ് വരുത്തുക, റിജക്ട്സ് ദം ഫ്രം ബിഗിനിങ്. തുടക്കത്തിലേ ഇങ്ങനെ ജെൻഡർ റോൾസ് ഒരിക്കലും വേണ്ട. ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഹെർ ഇൻറ്റേർണലൈസ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ്, ടീച്ച് ഹെർ സെൽഫ് റിലയൻസ്. ജെൻഡർ റോൾസ്, ഒരു ഗേളിൻ്റെ റോൾസ്, ആ ഒരു ആശയം അല്ല പഠിപ്പിക്കേണ്ടത്, മറിച്ച് സെൽഫ് റിലയൻസ് ആണ്. അവൾ ആരാണ്, വ്യക്തിത്വം, സ്വന്തം സെൽഫ് റിയലൈൻസ്, സെൽഫ് റെസ്പെക്റ്റാണ് അവളെ പഠിപ്പിക്കേണ്ടത്. ടെൽ ഹെർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഏബിൾ ടു ഡു ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫെൻഡ് ഫോർ ഹെർ സെൽഫ്. അവൾക്ക് സ്വയം പര്യാപ്തത വരട്ടെ, അവൾക്ക് വേണ്ടി അവൾക്ക് ചെയ്യാൻ അവളെ പ്രാപ്തി ഉണ്ടാക്കുക, അവൾക്ക് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക. Teach her to try to fix physical things where they break. We are quick to assume girls can't do many more things. നമ്മൾ പറയും പെൺകുട്ടികൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. Let her try. പക്ഷെ അവളെ ചെയ്യാനായിട്ട് അനുവദിക്കുക. She might not fully succeed. ചിലപ്പോൾ പെട്ടെന്ന് അവൾ അതിൽ സക്സസ് ആവില്ല. But let her try. അവളെ ചെയ്യാൻ അനുവദിക്കൂ. Buy her toys like blocks and trains. ബ്ലോക്ക് ഉണ്ടാക്കുക, ബോയ്സിന് വേണ്ട ടോയ്സ് ആയിട്ടുള്ള ട്രെയിൻസ്, അതൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. ആൻഡ് ഡോൾസ് ടു, ബോയ്സിൻ്റെ മാത്രമല്ല ഗേൾസിൻ്റെയും വാങ്ങിച്ചു കൊടുക്കുക. 2 ടോയ്സും വാങ്ങിച്ചു കൊടുക്കുക. ഇഫ് യു വാണ്ട്, നിനക്ക് സാധിക്കുമെങ്കിൽ 2 ടൈപ്പ് ടോയ്സും വാങ്ങിച്ചു കൊടുക്കുക. ഒരു തരത്തിലുള്ള ജെൻഡർ റോൾസും അവൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം 3 സജഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സജഷൻ എന്താ? ബി എ ഫുൾ പേഴ്സൺ, അതായത് സ്വന്തമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൊത്തത്തിൽ ഞാൻ ആരോ അതുപോലെ തന്നെ. രണ്ടാമത്തെ എന്താ? ഡൂ ഇറ്റ് ടുഗദർ, അച്ഛനമ്മ ഒരുപോലെ ചെയ്യുക. അച്ഛനമ്മ ഒരുപോലെ ചെയ്യുന്നത് ആ മകൾ കണ്ടു വളരുക. ഡ്യൂട്ടീസൊക്കെ അച്ഛനമ്മയും ഒരേപോലെ ചെയ്യുന്നത് ആ മകൾ കണ്ടുവരിക. മൂന്നാമത്തത് എന്താ? ജെൻഡർ റോൾസ് ഒരിക്കലും പറഞ്ഞു കൊടുക്കാതിരിക്കുക. ജെൻഡറി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രീതിയിൽ അവളെ വളർത്തുക, ഒരേപോലത്തെ ടോയ്സ് വാങ്ങി കൊടുത്തിട്ട്. ഇതാണ് 3 സജഷൻസ്, ഉപദേശങ്ങൾ ഷിസാലം എന്ന് പറഞ്ഞ ഇപ്പം തന്നെ ജനിച്ചിട്ടുള്ളൂ ആ ഒരു മകളെ വളർത്താൻ ഇജാവലി എന്ന് പറഞ്ഞ ഫ്രണ്ടിന് അടിയിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഫെമിനിസ്റ്റായിട്ട് എങ്ങനെ വളർത്തണം, താനായിട്ട് തന്നെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു എസ്സേ ആണെങ്കിലും സിമ്പിളാണ് പോയിൻറ്റ്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒരു PDF ആയിട്ട് കൂടെ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും പഠിക്കാൻ. ഓക്കെ, താങ്ക് യു.